എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. എന്താണ് യാഥാർത്ഥ്യം? നമ്മുടെ ഈ ബോധം അതെവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ ജീവിക്കുന്നതിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇങ്ങനെയുള്ള കുറേ ആഴത്തിലുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അതിനൊക്കെയുള്ള ഒരു ഉത്തരം കണ്ടെത്താനുള്ള ഒരു യാത്രയാണ് നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ഒരു വലിയ തർക്കം, അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത്, നമ്മൾ ഈ കാണുന്നതും അനുഭവിക്കുന്നതുമൊക്കെ യഥാർത്ഥമാണെന്ന് എങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുക? എന്താണിതിനൊരു തെളിവ്? അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ 5 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം തെളിവുകളെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തുടങ്ങും, എന്നിട്ട് കുറച്ചുകൂടി ആഴത്തിലുള്ള ചിന്തകളിലേക്ക് പോകും. അപ്പോൾ ഏതൊക്കെയാണ് ആ ഘട്ടങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. തെളിവിന്റെ ചോദ്യം. അതായത്, തെളിവ് എന്ന ആ ഒരു ഐഡിയയെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം. ഇത് സാധാരണയായി യുക്തിവാദികളൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലേ. എന്ത് വിശ്വസിക്കണമെങ്കിലും അതിനൊരു പ്രൂഫ് വേണം, തെളിവ് വേണം. പക്ഷേ ഈ തെളിവ് ചോദിക്കുന്നതിന് പിന്നിലും ചില അടിസ്ഥാനപരമായ ധാരണകളുണ്ട്. ഈ ഒരു വാചകം നോക്കൂ, ഇത് വളരെ ശക്തമാണ്. ഒരു അന്ധൻ മറ്റൊരു അന്ധനോട് പ്രകാശമുണ്ടെന്ന് എനിക്കൊന്ന് തെളിയിച്ചുതാ, എന്നാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നത് പോലെയാണ് ചിലപ്പോഴൊക്കെ ഈ തെളിവ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ശരിയായ രീതിയിൽ കാണാനോ അനുഭവിക്കാനോ ഒരു കഴിവില്ലെങ്കിൽ പിന്നെ എന്ത് തെളിവ് കിട്ടിയിട്ടെന്താ കാര്യം, അല്ലേ? ചില സത്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് കാണാനുള്ള ശരിയായ ഇന്ദ്രിയങ്ങൾ തന്നെ നമുക്ക് വേണ്ടിവരും. അപ്പോ ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ദൈവം ഇല്ല എന്നു പറയുന്നത് ഒരു സയന്റിഫിക് ഫാക്റ്റ് ഒന്നുമല്ല, അതൊരു ഫിലോസഫിക്കൽ നിലപാടാണ്. ദൈവം ഉണ്ട് എന്നു പറയുന്നതും അതുപോലെ തന്നെ. ഈ രണ്ടിനും ശാസ്ത്രീയമായിട്ട് ഒരു തെളിവുമില്ല. ഇത് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിബേറ്റിന്റെ സ്വഭാവം തന്നെ അങ്ങ് മാറും. ശരി, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. യഥാർത്ഥമായതിനെല്ലാം ഒരതിരുണ്ട്. ഇവിടെ നമ്മൾ യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ഈ അനന്തത അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ തലയ്ക്കകത്തൊരു കൺഫ്യൂഷൻ വരാറില്ലേ? അതിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ യഥാർത്ഥം എന്ന് പറയുന്ന എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, അല്ലേ? ഇപ്പോൾ ഒരു കസേര എടുത്താലും മേശയെടുത്താലും എന്തിന്, നമ്മുടെ ഈ ഭൂമിക്ക് പോലും ഒരതിരുണ്ട്. പക്ഷെ പ്രപഞ്ചത്തിന്റെ കാര്യം എങ്ങനെയാ? അതിനൊരതിരുണ്ടോ? ഇനിയുണ്ടെങ്കിൽ തന്നെ ആ അതിരിനപ്പുറം എന്തായിരിക്കും? ഈ ഒരു ചോദ്യം മാത്രം മതി നമ്മുടെ റിയാലിറ്റിയെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും തകിടം മറിയാൻ. ഫേമസ് ഫിലോസഫറായ ഇമ്മാനുവൽ കാന്റ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഒരുതരം മാനസിക കണ്ണട വെച്ചാണ് ഈ ലോകത്തെ കാണുന്നതെന്നാണ്. സമയവും സ്ഥലവും ഒക്കെ ആ കണ്ണടയുടെ ലെൻസുകളാണ്. അതുകൊണ്ട് തന്നെ ആ കണ്ണടയില്ലാതെ യഥാർത്ഥ ലോകം ആസ് ഇറ്റ് ഈസ് എങ്ങനെയിരിക്കുന്നുവെന്ന് കാണാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സിന്റെ പരിമിതികൾക്കുള്ളിൽ പെട്ടുപോയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു വലിയ ചോദ്യം വരും, അല്ലേ? നമ്മുടെ ചിന്തകൾക്കും അനുഭവങ്ങൾക്കുമൊക്കെ ഇങ്ങനെ ലിമിറ്റ്സ് ഉണ്ടെങ്കിൽ പിന്നെങ്ങനെയാണ് അനന്തമായ ഒരു പരിധിയുമില്ലാത്ത ഒന്നിനെ നമുക്ക് മനസ്സിലാക്കാനോ അനുഭവിക്കാനോ പറ്റാം? ഇവിടെയാണ് നിർഗുണബ്രഹ്മം, സഗുണബ്രഹ്മം എന്ന 2 കോൺസെപ്റ്റുകൾ വരുന്നത്. നിർഗുണമെന്ന് പറഞ്ഞാൽ ഒരു ഗുണങ്ങളുമില്ലാത്ത, അനന്തമായ, നമുക്ക് ചിന്തിച്ചാൽ പോലും എത്താത്ത അത്രയും വലിയ ഒരു പരമമായ സത്യം. ഇനി സഗുണമെന്ന് പറഞ്ഞാലോ, അത് ഈ പറഞ്ഞ അതേ സത്യം തന്നെയാണ്, പക്ഷെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലും ഭാവത്തിലും വരുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മുടെ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള മനസ്സിന് ആ ഇൻഫിനിറ്റിയെ ഒന്ന് തൊടാൻ സഹായിക്കുന്ന ഒരു പാലം പോലെ. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വലിയ സന്യാസിമാർക്ക് മാത്രം കിട്ടുന്ന എന്തോ ഒന്നാണെന്ന് വിചാരിക്കരുത്. ഒരു സാധാരണക്കാരന് പ്രകൃതിയെ നോക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു അത്ഭുതം, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോട് തോന്നുന്ന ആ സ്നേഹം, അതുമുതൽ ഒരു യോഗിക്ക് സമാധിയിൽ കിട്ടുന്ന അനുഭവം വരെ, ഇതെല്ലാം ഒരേ യാത്രയുടെ പല പല സ്റ്റേജുകളാണ്. ഒരുപക്ഷെ അതിന്റെ അളവിൽ വ്യത്യാസമുണ്ടാകാം, പക്ഷെ ആ അനുഭവത്തിന്റെ ബേസിക് സ്വഭാവം ഒന്നുതന്നെയാണ്. ഇനി ഇത് നമ്മളെ അതിലും വലിയൊരു ചോദ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ അനന്തമായ ഒന്നിനെ തിരിച്ചറിയാൻ കഴിവുള്ള ഒരു സംതിങ് ഉണ്ടെങ്കിൽ എന്താണ് ആ സംതിങ്? ആരാണ് ശരിക്കും ഈ കാഴ്ചകളൊക്കെ കാണുന്നത്? ഇവിടെയാണ് ജീവാത്മാവെന്നൊരാശയം വരുന്നത്. അതായത്, ഓരോ വ്യക്തിയുടെ ഉള്ളിലും ആ വലിയ അനന്തമായ ചൈതന്യത്തിന്റെ ഒരു ചെറിയ അംശം, ഒരു സ്പാർക്കുണ്ട്. ഇതിന് മനസ്സിലാക്കാൻ നല്ലൊരു ഉദാഹരണമുണ്ട്. ഒരു കുടത്തിനുള്ളിലെ ആകാശം. പുറത്തും ആകാശമുണ്ട്, അകത്തും ആകാശമുണ്ട്. കുടമെന്ന ശരീരം പൊട്ടുമ്പോൾ ആ ഉള്ളിലെ ആകാശവും പുറത്തുള്ളതും ഒന്നായി മാറുന്നു. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് രണ്ടും ശരിക്കും ഒന്നുതന്നെയായിരുന്നുവെന്ന്. ശരി, ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നാം ഇതൊക്കെ വെറും സങ്കല്പങ്ങളല്ലേ എന്ന്. പക്ഷെ ഇതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ?
നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ തന്നെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിൽ കഴിഞ്ഞ 50 വർഷമായി ഇതിനെക്കുറിച്ച് സീരിയസായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് അവരുടെ മുൻജന്മത്തെക്കുറിച്ച് ഓർമ്മകളുണ്ടാകുന്ന അങ്ങനെയുള്ള 2500-ൽ അധികം കേസുകളാണ് അവർ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ ഒരു കേസാണ് ഇന്ത്യയിൽ നിന്നുള്ള ശാന്തി ദേവിയുടേത്. 1930കളിൽ ഡൽഹിയിലുണ്ടായിരുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. അവൾ തന്റെ മുൻജന്മത്തെക്കുറിച്ച് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന 24 കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു. ഈ കേസ് അത്രക്ക് സീരിയസ് ആയിരുന്നുവെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ മഹാത്മാഗാന്ധി തന്നെ നേരിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ അതിന്റെ ഒരു ഗൗരവമൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു അത്ഭുതകരമായ കഥയാണ് ഡൊറോത്തി ഈഡിയുടേത്. അവർക്ക് പുരാതന ഈജിപ്തിനെക്കുറിച്ച് അവിശ്വസനീയമായ ഓർമ്മകളാണുണ്ടായിരുന്നത്. ആർക്കിയോളജിസ്റ്റുകൾ ഒരു സ്ഥലം കുഴിച്ച് എന്തെങ്കിലും കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ഡൊറോത്തി പറയുമായിരുന്നു അവിടെ പണ്ടെന്തൊക്കെയായിരുന്നു എന്ന്. ഇതെങ്ങനെയാണ് സാധ്യമാവുക? അതുപോലെ തന്നെ ജെയിംസ് ലൈനിങ് എന്ന അമേരിക്കൻ കുട്ടിയുടെ കഥയുണ്ട്. ആ കുട്ടിക്ക് 2ാം ലോകമഹായുദ്ധത്തില് കൊല്ലപ്പെട്ട ഒരു പൈലറ്റിന്റെ പേടി സ്വപ്നങ്ങളായിരുന്നു വന്നിരുന്നത്. വിമാനത്തിന്റെ പേര്, കൂടെയുണ്ടായിരുന്നവരുടെ പേരുകൾ, എങ്ങനെയാണ് മരിച്ചതെന്ന് വരെ അവൻ കൃത്യമായി പറഞ്ഞു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിവരങ്ങളെല്ലാം അവന്റെ അച്ഛൻ റെക്കോർഡ് ചെയ്തത് ഈ പൈലറ്റ് ആരാണെന്ന് തിരിച്ചറിയുന്നതിലും എത്രയോ മുൻപായിരുന്നു. ശരി, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഈ ജീവിതയാത്രയൊക്കെ ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചിലർക്ക് മാത്രം സംഭവിക്കുന്നത്? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വെറും ഒരു റാൻഡം സംഭവമാണോ, അതോ ഇതിന് പിന്നിൽ കൃത്യമായ ചില നിയമങ്ങളുണ്ടോ? നമുക്ക് നോക്കാം. ഈ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന 5 പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്. ഒന്നാമത്തേത് കർമ്മം. അത് വെറും ഒരു ശിക്ഷയോ പ്രതിഫലമോ അല്ല, ഒരു ഭൗതിക നിയമം പോലെയാണ്. പിന്നെ ജീവിതം ഒരു പാഠ്യപദ്ധതി പോലെയാണ്, നമുക്ക് വേണ്ട പാഠങ്ങൾ പഠിപ്പിക്കാൻ. മൂന്നാമത്തേത് തിരഞ്ഞെടുപ്പും വിധിയും. നാലാമത്തേത് നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആശയം. അവസാനം ദുരിതങ്ങൾ ഒരു ടീച്ചറെ പോലെ നമ്മളെ പഠിപ്പിക്കുന്നു എന്നത്. ഇവയൊന്നും വെവ്വേറെയുള്ള കാര്യങ്ങളല്ല, മറിച്ച് ഒരേ യാഥാർത്ഥ്യത്തിന്റെ 5 വശങ്ങളാണെന്ന് പറയാം. ഇതിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വളരെ മനോഹരമായ ഒരു രൂപകമാണ് ഇന്ദ്രന്റെ വല. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, അനന്തമായി കിടക്കുന്ന ഒരു വല. അതിലെ ഓരോ മുറിയുന്ന ഭാഗത്തും ഓരോ രത്നങ്ങളുണ്ട്. ഇനി ഓരോ രത്നത്തിലും നോക്കിയാൽ മറ്റെല്ലാ രത്നങ്ങളുടെയും പ്രതിബിംബം കാണാം. ആ പ്രതിബിംബത്തിനുള്ളിലും വീണ്ടും പ്രതിബിംബങ്ങൾ, അങ്ങനെ അനന്തമായി. അതുപോലെയാണ് ഈ പ്രപഞ്ചവും. എല്ലാം എല്ലാത്തിനോടും കണക്റ്റഡാണ്. നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഈ വലയിൽ ചെറിയ ചലനങ്ങളുണ്ടാക്കുന്നുണ്ട്. ഒരേ സമയം നമ്മളൊരു കാര്യത്തിന് കാരണവുമാണ്, മറ്റൊരു കാര്യത്തിന്റെ ഫലവുമാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിനെല്ലാം കൂടി ഒരൊറ്റ വാചകത്തിൽ ഒതുക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. തിരമാല അത് താൻ കടലിന്റെ ഭാഗമാണെന്ന് മറന്നുപോകുന്നു. പക്ഷേ തിരമാല അത് മറന്നതുകൊണ്ട് അത് വെള്ളമല്ലാതായി മാറുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഈ ജീവിതയാത്ര ഉറപ്പുള്ള ഒന്നാണെങ്കിൽ, ആരും ഇതിൽ ശരിക്കും തോറ്റുപോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ലെങ്കിൽ, പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഈ ഭയത്തിനെന്താണ് സ്ഥാനം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നന്ദി.